അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാൻ 900 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ചെസ്റ്റ് പീസാണ്. അതിന് എടുക്കണം എന്നൊന്നുമില്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. എല്ലാ പീസും ഒരുപോലെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. ഞാൻ മസാല ഒക്കെ നന്നായിട്ട് അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കത്തിയും കൊണ്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. ചിക്കനിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇത്തിരി ബട്ടർ കൂടെ എടുക്കുന്നുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ പറയാം. 2 ടേബിൾ സ്പൂൺ തൈര്, 6 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 12 അല്ലി വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, 5 ചുവന്നുള്ളി, 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, 2 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് അല്ലെങ്കിൽ വലിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചിക്കനിൽ നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നുകിൽ വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് ചേർക്കുക. ഞാൻ പുളിയില്ലാത്ത തൈരായത് കാരണം ഇത്തിരി ലൈം ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട്. മസാല മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, വലിയ ജീരകം, 1 ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മൈദപ്പൊടി, തൈര്. ഓയിലും ലൈം ജ്യൂസും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മസാല ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇട്ടിട്ട് അതിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇത് ഞാൻ നാളെയാണ് ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ആ സമയം കൊണ്ട് ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കും. ഞാൻ നേരത്തെ കുറച്ച് ചിക്കൻ പീസ് മാത്രമേ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഗസ്റ്റ് ഉള്ള കാരണം ഞാൻ കുറച്ചുകൂടെ ചിക്കൻ പീസ് എടുത്ത് മസാല തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ടെമ്പറേച്ചർ 250. ഫാൻ ഓഫിലാണ്. അപ്പർ കോയിലിൽ മാത്രമേ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ടൈം 40 മിനിറ്റ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ചിക്കൻ്റെ ഒരു സൈഡ് കുക്ക് ആവാനുള്ള സമയമാണ്. ഇനി ഡ്രിപ്പ് ട്രേ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ അലൂമിനിയം ഫോയിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ചിക്കൻ ചൂടാവുമ്പം അതിന്ന് ഒലിച്ചിറങ്ങുന്ന മസാലയും നെയ്യൊക്കെ ആ ഡ്രിപ്പ് ട്രേയിലായിരിക്കും വീഴുക. ഇനി അതിൻ്റെ മുകളിൽ ഗ്രിൽ റാക്ക് വെച്ച് കൊടുക്കാം. മസാല തേച്ച ചിക്കൻ പീസുകൾ നമുക്ക് ഗ്രിൽ റാക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ടു 250 ഡിഗ്രിയിൽ ഞാൻ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ പറയാൻ മറന്നതാണ്. പ്രീ ഹീറ്റ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. ഇനി ചിക്കൻ ഓവണിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ചു. ഓവൻ്റെ ഡോർ ക്ലോസ് ചെയ്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 250 ഡിഗ്രി 40 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ചിക്കൻ്റെ ഒരു സൈഡ് കുക്ക് ആവാനുള്ള സമയമാണ്. പിന്നെ കുക്കിംഗ് ടൈം ഒക്കെ ഓരോ ഓവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. കാരണം എനിക്ക് അതിൻ്റെ മുകളിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പം ബട്ടർ ഓരോ ചിക്കൻ്റെ മുകളിലും ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ഒരുപാട് ബട്ടറൊന്നും ബ്രഷ് ചെയ്യുന്നില്ല, ഒരു ഇത്തിരി ചേർക്കുന്നുള്ളൂ. ആ ബട്ടർ നല്ലൊരു ടേസ്റ്റ് ചിക്കന് കൊടുക്കും.
വീണ്ടും ചിക്കൻ തിരിച്ച് ഓവനകത്തേക്ക് തന്നെ വെക്കുകയാണ് 20 മിനിറ്റ്സ് കൂടെ ആ സൈഡ് കുക്കായി കിട്ടാൻ. 40 മിനിറ്റ്സ് കഴിഞ്ഞു. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഞാനത് പുറത്തേക്ക് എടുത്തുനിന്ന് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചിക്കൻ പീസുകൾ. ചിക്കൻ ഓവനകത്തേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് കൂടെ 40 മിനിറ്റ്സ് കുക്ക് ചെയ്യാനായിട്ട്. നേരത്തെ പോലെ തന്നെ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ബട്ടർ. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനത് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇനി ചിക്കൻ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. റൊട്ടിയുടെ കൂടെയാണ് ഞങ്ങൾ ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നത്. അതിന് സൈഡായിട്ട് ഹമൂസും സലാഡും യൂസ് ചെയ്യുന്നുണ്ട്. ഹമൂസിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.